ഒരു സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി കേസിൻ്റെ സക്സസ് സ്റ്റോറിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ജിന റിയാസ്. അപ്പം ഇവരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ലോ ആമിച്ച് ആയിരുന്നു. ആദ്യത്തെ കുഞ്ഞുണ്ടായതിന് ശേഷം എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് വന്നു. എന്നിട്ട് അതിന് സർജറി എല്ലാം ചെയ്തിട്ടും പിന്നെയും അവർ നോർമലി കൺസീവ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ കൺസീവ് ആവുന്നില്ല. അങ്ങനെ ആമിച്ച് ആദ്യവും കുറവായിരുന്നു, സർജറിക്ക് മുമ്പും ആമിച്ച് കുറവായിരുന്നു. എൻ്റെ അടുത്ത് വരുന്നത് ഏകദേശം നവംബറിലാണ്, 2024 നവംബറിലാണ് നമ്മുടെ ക്ലിനിക്കിൽ വരുന്നത്. അപ്പോൾ അന്നേരം നമ്മൾ ടെസ്റ്റ് ചെയ്യിച്ച് നോക്കിയപ്പോൾ, അതായത് ആ സമയത്ത് വരുമ്പോൾ അവരുടെ കയ്യിൽ 10/11 അവർ ആമിച്ച് ടെസ്റ്റ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ ചെക്ക് ചെയ്യിച്ചില്ല. ആ സമയത്തുള്ള അവർ ആമിച്ച് 0.02 ആയിരുന്നു. ആമിച്ച് വാല്യൂ 0.02, FSH വാല്യൂ 17.5 ആൻഡ് LH വാല്യൂ 27.7. അപ്പോൾ FSH LH എല്ലാം റേസ്ഡ് ആയിരുന്നു, ആമിച്ച് ലോ ആയിരുന്നു. അപ്പോൾ ഓവറി ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല നമുക്ക് മനസ്സിലായി. നമ്മൾ കേസ് എടുത്തു, മെഡിസിൻസ് എല്ലാം കൊടുത്തു. പിന്നെ നമ്മൾ സാധാരണയായിട്ട് ഒരു 6 months കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 8 months കഴിഞ്ഞിട്ട് ആമിച്ച് റീചെക്ക് ചെയ്യുകയുള്ളൂ. പക്ഷേ ഈ കേസ് മാർച്ചിൽ കൺസീവ്, അതായത് LMP വരുന്നത് 19/2/25 LMP. മാർച്ചിൽ, ഫെബ്രുവരിയിൽ മെൻസസ്സായി, മാർച്ചിലായില്ല. മാർച്ച് ആകുമ്പോഴേക്കും ഇവർ നോർമലി കൺസീവ് ആവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ലോ ആമിച്ച് കാരണം നോർമലി കൺസീവ് ആവില്ല എന്ന് വിചാരിക്കുന്നവർക്കുള്ള ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ അവർക്കൊരു മനസ്സമാധാനം, അല്ലെങ്കിൽ അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് തരുന്ന ഒരു റിസൾട്ടാണ് ഇതെന്ന് തീർച്ചയായിട്ടും ഞാൻ പറയും. കാരണം 0.1 അല്ല, 0.2 അല്ല, 0.02 ആണ് വാല്യൂ. മനസ്സിലായില്ലേ? അത്രയും ലോ ആമിച്ചിനകത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കണം. ആ കേസ് എല്ലാം ഡീറ്റെയിലായി എടുത്തിട്ട് നമുക്ക് ആ കേസിന് വേണ്ട കറക്റ്റ് മെഡിസിൻസ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ കേസിൻ്റെ ടൈം ഡ്യൂറേഷൻ നമ്മൾ നോക്കി, നവംബറിൽ വരുന്നു, മാർച്ചിൽ കൺസീവ് ആവുന്നു. ഓക്കെ, അപ്പോൾ അത്രയും ഷോർട്ട് സ്പാനിനകത്ത് ഇത്രയും കുറഞ്ഞ ആമിച്ച് നമുക്ക് റിസൾട്ട് ആക്കി കൊടുക്കാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ലോ ആമിച്ച് കാരണം പ്രയാസപ്പെടുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.